വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റാണ്. മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. 2 ചോദ്യങ്ങളാണ് അദ്ദേഹത്തോട് ചോദിച്ചത്. രണ്ടിനും അദ്ദേഹം സമയമെടുത്ത് മറുപടി നൽകുകയുണ്ടായി. ഒന്നാമത്തെ ചോദ്യം CHRൽ സുപ്രീം കോടതിയിൽ നടക്കുന്ന കേസ് കാർമൽ ഹിൽ റിസർവിനെ സംബന്ധിച്ചുള്ള കേസിൽ വനം വകുപ്പ് CHR വനമാണെന്നുള്ള നിലപാടെടുക്കുന്നു. എന്നാൽ ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപിത നിലപാട് അതല്ല. എന്താണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് ചോദിച്ചത്. മുഖ്യമന്ത്രി അർത്ഥശങ്കയ്ക്ക് ഇടമില്ലാതെ CHR വനമല്ല, അത് ഗവൺമെൻറ് പ്രഖ്യാപിതം ലക്ഷ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കും, വനംവകുപ്പിനെ തിരുത്തിക്കുമെന്ന് ഞങ്ങൾ അങ്ങനെ അദ്ദേഹം പറഞ്ഞില്ല, പക്ഷെ പറയാതെ അതിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. സുപ്രീം കോടതിയിലെ കേസിൽ വ്യക്തമായ നിലപാട് ഗവൺമെൻറ് എടുക്കുമെന്നാണ്. ആ ചോദ്യത്തിലും ഞങ്ങളുടെ ചോദ്യത്തിന് കിട്ടിയ മറുപടിയിൽ ഞങ്ങൾ തൃപ്തരാണ്. രണ്ടാമത്തെ ചോദ്യം റീബിൽഡ് കേരള പദ്ധതിയിൽപ്പെടുത്തിയും ഇപ്പോൾ വനം വകുപ്പ് കിഫ്ബിയിൽ സമർപ്പിച്ചിട്ടുള്ള പദ്ധതിയിൽപ്പെടുത്തും വനത്തിനോട് ചേർന്ന് കിടക്കുന്ന ആളുകളെ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കാനുള്ള പദ്ധതി സമർപ്പിച്ചതായിട്ട് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് പറഞ്ഞപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് വനാതിർത്തിക്കുള്ളിൽ ഉള്ള ആളുകളെ മാത്രമേ മാറ്റി പാർപ്പിക്കുന്നുള്ളതാണ്. പക്ഷേ എന്നാൽ ഞങ്ങളുടെ അനുഭവത്തിൽ അങ്ങനെയല്ല. ജില്ലയിലെ ഭൂമി 2-3 തരത്തിലാണ്. ഇടുക്കി ജില്ലയിലെ പ്രത്യേകിച്ച് 1 പട്ടയം കിട്ടിയ ഭൂമി, 2 വനം, 3 ഇതിൽ തർക്കത്തിലുള്ള ജോയിൻറ്റ് വെരിഫിക്കേഷൻ നടക്കേണ്ട ഭൂമികൾ. ഇത്തരം ജോയിൻറ്റ് വെരിഫിക്കേഷൻ നടക്കേണ്ട ഭൂമിയിലുള്ള ആളുകളെയാണ് മാറ്റിപ്പാർപ്പിക്കുന്നതെങ്കിൽ പോലും ഞങ്ങൾക്കതിൽ വിരുദ്ധ അഭിപ്രായങ്ങളുണ്ട്. ഗവൺമെൻറ് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന എല്ലാ പദ്ധതികളും കാര്യം അത്തരം ശാസ്ത്രീയമായ ഈ വന്യമൃഗ ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാനാണെങ്കിൽ അദ്ദേഹം തന്നെ ഇന്ന് വളരെ വിശദമായി പറഞ്ഞ പോലെ ശാസ്ത്രീയമായ മാർഗ്ഗങ്ങൾ മാത്രം സ്വീകരിക്കണം. ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്ന പദ്ധതി കൂടുതൽ വനവൽക്കരണത്തിനും കൂടുതൽ ജനവാസ മേഖലയിലേക്ക് മൃഗങ്ങൾ ഇറങ്ങുന്നതിനും മാത്രമേ വഴിവെക്കുകയുള്ളൂ. അതിൽ നിന്ന് ഗവൺമെൻറ് ഈ 2 പദ്ധതികളിലും റീബിൽഡ് കേരളയിലുള്ള ആ പദ്ധതി നിർദ്ദേശവും ഇപ്പോൾ വനം വകുപ്പ് കിഫ്ബിയുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന പദ്ധതി നിർദ്ദേശവും അശാസ്ത്രീയമാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. എന്നെപ്പോലുള്ള പ്രായം കുറഞ്ഞ കുട്ടികളെ വിളിച്ച് ഞങ്ങളുടെയും കൂടെ അഭിപ്രായം കേൾക്കാൻ കാണിച്ച സർക്കാരിൻ്റെ വലിയൊരു മനസ്സിന് ബിഗ് സല്യൂട്ട്. അതിന് വലിയൊരു കാര്യമാണ്. ബാക്കിയുള്ളവരുടെ നിർദ്ദേശങ്ങളെല്ലാം കേട്ട് അതിന് വേണ്ട പരിഹാരങ്ങളെല്ലാം സർക്കാർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇടുക്കി ജില്ലയിലെ വണ്ണപ്പുറത്ത് നിന്നാണ് വന്നത്. ഞാനിന്ന് സാറിനോട് ചോദിച്ചത് ട്രാൻസ്പോർട്ട് ബസ് കയറുമ്പോൾ കൈപ്പിടിയൊക്കെ ഞങ്ങൾക്ക് എത്തില്ല, അപ്പോൾ അത് താത്തി തന്നെന്ന് പറഞ്ഞു. അപ്പോൾ സാറത് വീൽ ചെയറൊക്കെ കയറ്റാൻ പാകത്തിന് അത് അനുവദിച്ചു തരാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പിന്നെ രണ്ടാമത് ചോദിച്ചത് മികച്ച കായിക താരത്തിന് അവാർഡുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും അവാർഡുകൾ ഏതൊക്കെ മേഖലയിലാണെന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയാണ് ഞാൻ ചോദിച്ചോളൂ. സിനി വേൾഡ് ഡാർഫ് ഗെയിമിൽ പങ്കെടുത്തു. അത് കഴിഞ്ഞ് എനിക്ക് ഏറ്റവും നന്ദി പറയാനുള്ളത്, ഇന്ന് ഈ പ്രോഗ്രാമിൽ ഇവിടെ എത്താൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഞങ്ങളുടെ തൊടുപുഴ താലൂക്ക് റവന്യൂ വകുപ്പിലെ സാർമാരാണ് ഇവിടെ എന്നെ എത്തിച്ചത്. അതിന് ഒരുപാട് നന്ദി. ഓക്കെ, താങ്ക് യു. എൻ്റെ പേര് ആശ്രീ. ഞാൻ പഞ്ചായത്ത് UP സ്കൂൾ 5ാം ക്ലാസ്സിൽ. ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞത് ജില്ലാ ആശുപത്രിയിൽ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരെ നിയമിക്കണമെന്നാണ്. അപ്പം മുഖ്യമന്ത്രി സ്പെഷ്യൽ ഡോക്ടർമാരെ നിയമിക്കാം എന്ന് പറഞ്ഞാൽ. എൻ്റെ പേര് സെന്തിൽകുമാർ എന്നാണ്. ഞാൻ മൂന്നാറിൽ നിന്നാണ്. ടൂറിസം ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യണത്. ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രോഗ്രാമിൽ നമ്മൾ ആവശ്യപ്പെട്ടത്, മൂന്നാർ ഓൾറെഡി ഇൻ്റർനാഷണൽ ഡെസ്റ്റിനേഷനാണ്. പക്ഷേ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ടുള്ള കുറച്ച് സജഷൻസാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. ഒന്ന്, നമ്മളൊരു ലോങ് റണ്ണിൽ നോക്കുകയാണെങ്കിൽ ഒരു കാർബൺ ന്യൂട്രൽ ഡെസ്റ്റിനേഷനായിട്ട് എങ്ങനെ കൊണ്ടുവരാമെന്നുള്ളൊരു സജഷൻസ് നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ടൂറിസം, പിന്നെ വുമൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടൂറിസം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നത്. പിന്നെ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ടൂറിസമായിട്ട് ഇടപെടുന്ന എല്ലാ ആൾക്കാർക്കും വിവിധ മേഖലകൾ തിരിച്ചിട്ടുള്ള ട്രെയിനിങ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ലെറ്റ്സ് സേ ടാക്സി ഡ്രൈവേഴ്സ് ആയിക്കോട്ടെ, ഓട്ടോ ഡ്രൈവേഴ്സ് ആയിക്കോട്ടെ, ഗൈഡ്സ് ആയിക്കോട്ടെ, സ്റ്റേക്ക് ഹോൾഡേഴ്സ് എല്ലാം തന്നെ, ഹോട്ടലേഴ്സ് അടക്കമുള്ള എല്ലാവർക്കുള്ള വിവിധ ഡിവിഷനുകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കുള്ള ട്രെയിനിങ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആമുഖമായിട്ട് നമ്മളൊരു റിക്വസ്റ്റ് വെച്ചിരുന്നത്.
അദ്ദേഹം അതെല്ലാം നല്ല രീതിയിൽ കേൾക്കുകയും ചെയ്തു. എന്നിട്ട് അതിന് പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ തരുകയും ചെയ്തു. ആ ഒരു ഫോക്കസിലേക്കാണ് സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലും ഇനി അത് കുറച്ചും കൂടെ ഊർജ്ജപ്പെടുത്തിക്കൊണ്ട് കുറച്ചും കൂടെ പ്ലാനിങ്ങിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ മറുപടി ഉണ്ടായിരുന്നത്. അഡ്വഞ്ചർ ടൂറിസം നമ്മൾ പറഞ്ഞിരുന്നു. അഡ്വഞ്ചർ ടൂറിസം ഓൾറെഡി ചെയ്യുന്നത് കൂടുതലും വനവകുപ്പ് ഡിപ്പാർട്ട്മെൻറ്റുകളും അല്ലെങ്കിൽ പ്രൈവറ്റ് ലാൻഡ്സിൻ്റെ കൈകളാണ് ഇപ്പോൾ അഡ്വഞ്ചർ ടൂറിസം ഉള്ളത്. അത് കുറച്ചും കൂടെ റെഗുലറൈസ് ചെയ്തിട്ട് കുറച്ചും കൂടെ ലിബറൽ ആക്കാനായിട്ടും ഉള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. കാരണം ഏറ്റവും കൂടുതൽ എക്കോ ഫ്രണ്ട്ലി ടൂറിസം പ്രൊമോഷൻസ് ആവുന്നത് വാക്കിങ്സും ട്രക്കിങ്സും അങ്ങനത്തെ ആക്ടിവിറ്റീസിലായിരിക്കും. അതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്ലസ് അതുപോലെ തന്നെ സ്പോർട്സ് ടൂറിസം ഇനിഷ്യേറ്റീവ് എടുക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഓൾറെഡി ആൻറ്റി ഡ്രഗ്സ് എന്നുള്ള കൺസെപ്റ്റിൽ നോക്കിയാലും കുറച്ചും കൂടെ കാർബൺ ന്യൂട്രൽ, ഇപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ കാർബൺ ന്യൂട്രൽ എന്നുള്ളൊരു കൺസെപ്റ്റിൽ നോക്കിയാലും കുറച്ചും കൂടെ സ്പോർട്സ് ടൂറിസം അതിനെ സപ്പോർട്ടായിട്ടുള്ള ഒരു മീഡിയം ആവും എന്നുള്ള രീതിയിലാണ് അതും നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു. അതിനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സപ്പോർട്ടായിട്ടുള്ള രീതിയിൽ തന്നെയാണ് മറുപടി തന്നിരുന്നത്. താങ്ക് യു. നമസ്കാരം, ഞാൻ കാർത്തിക സജി, SN UP പോത്തുങ്കൺ സ്കൂളിൽ പഠിക്കുന്നു. ഞാൻ മുഖ്യമന്ത്രിയുമായിട്ട് നടത്തിയ ചോദ്യം ഇതായിരുന്നു: വിദ്യാഭ്യാസവും നല്ല കഴിവും ബുദ്ധിശക്തിയുമുള്ള നമ്മുടെ പുതുതലമുറ വിദേശ രാജ്യങ്ങൾക്ക് ജോലിക്കായി പോവുകയും അവിടെ സ്ഥിരതാമസമാക്കുകയും ചെയ്യുന്നു. അവരുടെ കഴിവ് നമ്മുടെ നാടിനു വേണ്ടി പ്രയോജനപ്പെടുത്താൻ എന്തു ചെയ്യാൻ കഴിയും? ഇതിന് അദ്ദേഹം തന്ന മറുപടി, ഇവിടെ കേരളത്തിലും നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, എങ്കിലും അവരവരുടെ ഇഷ്ടം കൊണ്ട് തന്നെയാണ് അവർ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നത്. അവിടെ നിന്നുള്ള കുട്ടികളും ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇവിടെ തരുന്ന ഒരു ഉന്നത വിദ്യാഭ്യാസം തന്നെയാണ്. അതേപോലെ തന്നെ ഇവിടെ ജോലിക്കുള്ള സാധ്യത കൂടുതലും ഉണ്ടെന്നാണ് അദ്ദേഹം എനിക്ക് തന്ന മറുപടി.